കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മകൾക്കൊരു കുഞ്ഞുണ്ടാവുന്നതിന്റെ സന്തോഷം പങ്കുവെക്കാനുള്ള ഒരമ്മയുടെ ആഗ്രഹം നിരസിച്ച് കളയരുത്. സത്യഭാമയ്ക്ക് സന്തോഷിക്കണം അല്ലേ? ആന്റി, പ്ലീസ്. ശാലിനി, പ്രീതിയെ കൂട്ടിക്കൊണ്ട് വരാന്ന് ഞാൻ വാക്ക് കൊടുത്തുപോയി. ആന്റി, പ്ലീസ്. ഞാൻ വേണമെങ്കിൽ ഈ കാല് പിടിക്കാം. ശാലിനി, 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 അയ്യോ ശാലിനി, ശാലിനി, അയ്യോ കൈ മുറിഞ്ഞല്ലോ പ്രീതി. ഇതാ നിനക്കുള്ള എന്റെ മറുപടി. അമ്മ ഇതെന്താ കാണിച്ചത്? എന്തെങ്കിലും പറ്റിയോ ശാലിനി? ഒന്നുമില്ല. ആരെ അമ്മ ചവിട്ടിയെന്ന് അമ്മയ്ക്കറിയോ? അയ്യോ, ചോറ് നന്നായി വരുന്നുണ്ടല്ലോ. ബ്ലേഡ് സത്യഭാമയുടെ മകൻ വിഷ്ണുവിനെ അമ്മ ചവിട്ടിയത്. അവൻ ആരാന്നറിയോ അമ്മയ്ക്ക്? അമ്മ പേടിച്ചു എന്ന് തോന്നുന്നു. ഇതേ ഉള്ളൂ അമ്മയെ വരുതിയിലാക്കാൻ ഒരു വഴി. ശാലിനി, ഞാൻ മരുന്നെടുത്തോണ്ട് വരാം. നീ ഇവിടെ ഇരിക്കെ. ശാലിനി, എനിക്ക് അനിയത്തിയുടെ സീമന്തം നടത്താനുള്ള ഒരുക്കത്തിലായിരിക്കും വിഷ്ണു. അവനിവിടെ വന്നപ്പോൾ ഒന്നും മിണ്ടാതെ അമ്മയുടെ ഉപാധികളെല്ലാം അംഗീകരിച്ചു പോയത് അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇപ്പോ അനിയത്തിയെ സീമന്തത്തിന് വിടില്ലാന്നറിയുമ്പോ അവൻ ദേഷ്യത്തിലാവും. ശാലിനിയെ അമ്മ ചവിട്ടിയെന്നും കൂടെ അറിഞ്ഞ അതിനു പകരം ചോര വീഴ്ത്താതെ അവൻ അടങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. വേദനയുണ്ടോ ശാലിനി? ഇല്ല പ്രീതി, കുഴപ്പമൊന്നുമില്ല. വേദന മനസ്സിനാ. പ്രീതി അവരെന്റെ കൂടെ അയക്കാത്തതിന്. എനിക്ക് സീമന്തമൊന്നും വേണ്ട ശാലിനി. അത് വിധിച്ചിട്ടില്ലെന്ന് സമാധാനിച്ചോളാം. അർജുനേട്ടനൊപ്പം താമസിക്കാനെങ്കിലും സാധിക്കുന്നുണ്ടല്ലോ. ആ സാമീപ്യം മാത്രം മതി. വേറൊരു സന്തോഷം വേണ്ട. പോട്ടെ. നീ തടഞ്ഞിട്ടും അവള് പോയെന്നാണോ ഈ പറയുന്നത്? അതേന്ന് എന്റെ ഹൃദയത്തിന്റെ ഗുളികയുടെ കാര്യം പറഞ്ഞിട്ട് പോലും അവള് നിന്നില്ല. ഒരെണ്ണം വെച്ചു കൊടുക്കാൻ മേലായിരുന്നു നിനക്ക് അങ്ങോട്ട്. അതിനവള് നിന്ന് തന്നിട്ട് വേണ്ടേ? കാലയില് ചക്രം വെച്ച പോലെ ഒറ്റ പാച്ചിലല്ലായിരുന്നു.
ഞാനിവിടെ ഇല്ലാതെ പോയി. ഇങ്ങ വരട്ടവള്. അവളാന്ന് തോന്നുന്നു. അവള് തന്നെ. തള്ള ഉണ്ടല്ലോ കൂടെ. എത്രയായി? 150. ഇവിടെ വന്ന അടിയുറപ്പാന്ന് അവക്ക് അറിയില്ലേ? അതുകൊണ്ട് ജാമ്യത്തിന് കൂട്ടിക്കൊണ്ടുവന്നതാവും തള്ളെ. തള്ളയോ തന്തയോ ആരുണ്ടായാലും വേണ്ടില്ല. പെമ്പിള്ളാരെ നിലയ്ക്ക് നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ. നിക്ക്. എങ്ങോട്ടാ? വിജയലക്ഷ്മിയോട് മാപ്പ് പറയാനാ ഞാനും കൂടി ഇവളുടെ കൂടെ വന്നത്. ഇവള് കാണിച്ച ഒരു ഗുരുത്വദോഷം കേട്ടപ്പോ നേരിട്ട് വന്ന് മാപ്പ് പറയണമെന്ന് തോന്നി. ഇവളായിട്ട് പറഞ്ഞാ പോരാ, വളർത്തുദോഷത്തിന് എന്നെയല്ലേ കുറ്റം പറയും. വിജയലക്ഷ്മി ഏൽപ്പിച്ച ഒരു ജോലി പാതി വഴിയിലിട്ടിട്ടാ അവള് വീട്ടിലേക്ക് പോന്നേന്ന് പറഞ്ഞു. എന്തെങ്കിലും ജോലിയല്ല, എന്റെ ഹൃദയത്തിനുള്ള ഗുളിക. അത് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞപ്പോഴാ അതുപോലും വേണ്ടാന്ന് വെച്ച് ഇവളിറങ്ങി ഓടിയത്. അതിന്റെ പേരിലാ വിജയലക്ഷ്മി ഞാൻ മാപ്പ് പറഞ്ഞത്. ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ അങ്ങ് വിളിച്ചു പറഞ്ഞാ തെറ്റല്ലാതെ ആവോ ശാരദാമ്മേ? തെറ്റല്ലെന്ന് പറഞ്ഞില്ലല്ലോ കൃഷ്ണൻകുട്ടിയേട്ടാ. അതുകൊണ്ടാ ഞാൻ തന്നെ നേരിട്ട് വന്ന് മാപ്പ് ചോദിച്ചത്. മകള് കൊള്ളരുതാരുക കാണിച്ചിട്ടേ നിങ്ങൾ വന്ന് 2 വർത്തമാനം പറഞ്ഞ താലപ്പൊലിയായിട്ട് നിങ്ങളെ സ്വീകരിക്കണോ ശാരദാമ്മേ ഞാൻ? അല്ല, അതിനും വേണ്ടി എന്ത് അത്യാവശ്യത്തിനാ എവളിറങ്ങി ഓടിയതെന്ന് കൂടി അറിഞ്ഞാ കൊള്ളാം. ആ ഒരു സന്തോഷം പങ്കുവെക്കാൻ കൂടിയാ കൃഷ്ണൻകുട്ടി ചേട്ടാ ഞാൻ വന്നത്. ശാലിനി മോള് കളക്ടർ പരീക്ഷയിൽ പാസ്സായി. ആ വാർത്ത അറിഞ്ഞിട്ടാ ഇവള് വാ മോളെ. ഇത് കുറച്ച് മധുര. വിജയലക്ഷ്മിക്കുള്ള മരുന്നും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. 1 മാസത്തേക്കുള്ളതുണ്ട്. അതും കൊടുക്കുമോളെ. ഇതാ മനുഷ്യന് വേണ്ടത്, ജീവൻ കിടക്കാനുള്ളത്. അല്ലാതെ നിങ്ങളുടെ മധുരമല്ല. എനിക്കെന്തേലും സംഭവിച്ച ആര് സമാധാനം പറഞ്ഞേനെ? അതിന് ക്ഷമ പറഞ്ഞല്ലോ വിജയലക്ഷ്മി. ഇതെടുക്കണം കൃഷ്ണൻകുട്ടിയേട്ടാ. എനിക്ക് ഷുഗറുള്ളതാ. ഇതിലൊന്നും വലിയ കമ്പവും ഇല്ല. എന്നാലും ഞങ്ങളുടെ ഒരു സന്തോഷത്തിന്. സന്തോഷം കാട്ടിട്ടേ നിങ്ങൾ അങ്ങ് പോവും. പിന്നെ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടത് ഞാനാ. നോക്കാൻ നിങ്ങളുടെ മോള് പോലും ഉണ്ടാവില്ലെന്ന് തെളിയിച്ചു കഴിഞ്ഞല്ലോ. ഇനി കെട്ടിപ്പോഞ്ഞോണ്ട് വന്നിട്ടൊന്നും എടുത്തില്ലാന്ന് വേണ്ട. അപ്പോ അവള് കളക്ടറാവോ? ഇനിയൊരു ഇന്റർവ്യൂ മറ്റോ ഉണ്ടെന്നാ തോന്നുന്നത്. ഈ കളക്ടർ എന്ന് വെച്ചാൽ എത്ര ശമ്പളം കിട്ടും? അതേപ്പറ്റിയൊന്നും എനിക്ക് വലിയ പിടിയില്ല വിജയലക്ഷ്മി. ഏതായാലും 1 ലക്ഷത്തിന് മോളിൽ കിട്ടും. 1 ലക്ഷം രൂപയോ? കളക്ടർക്ക് എന്തോ പണിയുണ്ടായിട്ടാ? ഒരു കൊടിവെച്ച കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാ പോരെ? എന്തായാലും ശാരദാമ്മയുടെ മക്കളില് ഒരെണ്ണമെങ്കിലും കൊണപ്പെട്ടല്ലോ. കനച്ചല്ലിട്ടുവാ ശാരദാമ്മേ. നല്ലതല്ല നിങ്ങൾ വേറെ കൊടുത്തിട്ട് ആർക്കും വേണ്ടാത്തത് ഇങ്ങോട്ട് കെട്ടിയിരുന്നളിച്ചാൽ എങ്ങനാ? ഞാൻ ഇറങ്ങാം മോളെ. ഹോട്ടലില് ജോലികൾ
നിന്നോട്? അതേ ഉള്ളൊരു പിടിവള്ളി. ചങ്ക് പറിച്ചു തന്നാ രാജീവ് സാർ എന്നെ സ്നേഹിക്കുന്ന. അമ്മയ്ക്കൊരു അബദ്ധം പറ്റി. നിന്നെയും കുറെ പഠിപ്പിക്കേണ്ടതായിരുന്നു. ചെറുതാണെങ്കിലും ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നിനക്കിതുപോലെ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലായിരുന്നു. ശാലിനിയുടെയും ശ്യാമയുടെയും പഠിപ്പ് വഴിമുട്ടുമെന്ന് വന്നപ്പോ നീ തന്നെയാ സ്കൂളിൽ പോക്ക് വേണ്ടാന്ന് വെച്ചത്. അമ്മയ്ക്കൊരു കൈ സഹായമാകാൻ കുടുംബശ്രീയുടെ അടുക്കളയിൽ കയറാൻ ജയിക്കാവുന്ന പരീക്ഷകൾ നീ തോറ്റുകൊടുത്തു. ഇപ്പൊ ജീവിത പരീക്ഷയിലും. ഒരു വീടിന്റെ അടുക്കളയിൽ കിടന്ന് 10 കൈകൊണ്ട് ചെയ്യുന്ന ജോലി ചെയ്താലും പെണ്ണിന്റെ അധ്വാനത്തിന് വിലയില്ല മോളെ. വീട് തുടച്ചും വിഴുപ്പലക്കിയും അവളുടെ നട്ടല് പൊട്ടുന്ന ജോലി ചെയ്യുന്നത് വെറുതെയാ. പുറത്തുപോയി സമ്പാദിച്ചോണ്ട് വരുന്ന പണത്തിനെ വിലയുള്ളൂ മോളെ. കുടുംബത്തിന്റെ രീതി പണ്ട് മുതലേ അങ്ങനെയാ. അമ്മ അത് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അമ്മയ്ക്കും വലിയ പഠിപ്പൊന്നും ഇല്ലല്ലോ. ഇനി നിനക്ക് മക്കളുണ്ടാവുമ്പോ അമ്മയ്ക്ക് പറ്റിയ അബദ്ധം സംഭവിക്കരുത്. പറ്റുന്ന അത്രയും പഠിപ്പിക്കണം മക്കളെ. വിദ്യാഭ്യാസത്തിനേക്കാൾ വലിയൊരു സ്വത്തില്ല മോളെ. എന്നാ അമ്മ ഇറങ്ങട്ടെ. രാജീവ് സാർ വരുമ്പോ എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ മോളെ. ശരിയടാ. അമ്മയും മോളും കൂടെ കുശുകുശുക്കുന്ന കണ്ടല്ലോ. ഞങ്ങൾക്ക് പാര വെക്കാനുള്ള പരദൂഷണമായിരിക്കും. അകത്ത് പോയി ജോലി വല്ലതും ചെയ്യാൻ നോക്കണി. അനിയത്തി പേഷ്കാരായാലേ ഇവിടുത്തെ അടുക്കളയിൽ അരി വേവില്ല. നിക്ക ഇതൊക്കെ എടുത്ത് എവിടെയെല്ലാം കൊണ്ട് കലടി. എടുത്തോട്ട് പോ. ഇതാരടിക്കൊടി? അനങ്ങാ കള്ളി. അവളിറങ്ങി ഓടിയിരിക്കുന്നു. അവിടെ വീട്ടിൽ അമ്മയുടെ അടിയന്തരം നടക്കുവാണെന്ന്. അച്ഛാ, ഞാൻ ശാലിനി ഒന്ന് വിളിച്ചു നോക്കട്ടെ. അർജുന്റെ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. അത് തന്നെയാ ഞാൻ ആലോചിച്ചിട്ടിരുന്ന മോനെ. മോനെ, ദേ നിന്റെ അമ്മ വരുന്നു. പ്രീതിയെ സീമന്തത്തിന് കൂട്ടിക്കൊണ്ടുവരാൻ നിന്റെ ഭാര്യ പോയിട്ടുണ്ടെന്ന് സുസ്മിത പറഞ്ഞു. എന്നിട്ട് എവിടെയാ അവള്? അതൊന്നും നടക്കാൻ പോകുന്നില്ല ആന്റി. അവൾ ഇവിടെ കാണിക്കുന്ന ഷോ വല്ലതും വസുമതി ആന്റി അടുത്ത് നടക്കോ? കാര്യം നടക്കില്ലെന്ന് കണ്ട് നാട് വിട്ട് പോയിട്ടുണ്ടാവും അവൾ. നാട് വിട്ടിട്ടില്ല സുസ്മിതെ.
ഞാൻ നാട് വിട്ടു പോണോന്നാണ് നിന്റെ ആഗ്രഹമെന്ന് എനിക്കറിയാം. തൽക്കാലം അത് സാധിച്ചു തരാൻ നിവർത്തിയില്ല. ശാലിനി ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടെ. ഇവിടുന്ന് കുറെ വീമ്പിളക്കിയിട്ട് പോയതല്ലേ, ഇനി പ്രീതിയെ കൊണ്ടുവന്നിട്ട് ഈ വീട്ടിൽ കയറിയാ മതി. ഉറപ്പാണോ? ഉറപ്പ്. അത് തീരുമാനിക്കേണ്ടത് നീയല്ല, ദേ ഈ ഇരിക്കുന്ന സത്യാമ്മയാ. എന്റെ മനസ്സിലുള്ളത് തന്നെയാ സുസ്മിത പറഞ്ഞത്. ഈ വീട്ടിൽ എന്റെ മനസ്സ് കാണുന്നത് സുസ്മിത മാത്രം. പറഞ്ഞത് മാറ്റി പറയുന്ന സ്വഭാവം സത്യഭാമയ്ക്കില്ല. അതാര് നിർബന്ധിച്ചാലും. അമ്മ ശരി. ശാലിനി ശാലിനി ഭാമേ, ശാലിനെ തിരിച്ചു വിളിക്ക്. ഇതല്പം കടന്നുപോയി ഭാമേ. എന്ത് കടന്നുപോയിന്ന്? അമ്മ അവൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാ ഭാമാന്റെ അവക്ക് കൊടുത്തത്. അമ്മ അവൾ എന്ത് കാണിച്ചിട്ട് അമ്മ എന്താടാ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും സാധിക്കാത്തത് ഇന്ന് സാധിച്ചു. പ്രീതി, ആ ആയുധം പണ്ടേ എടുത്ത് പ്രയോഗിച്ചാ മതിയായിരുന്നു. വാ. അമ്മേ, ഇത് അപകടത്തിലേക്കാണ് ഈ പോക്ക്. ശാലിനി, ന്ന് തോന്നി. ഒരു പെൺകുട്ടിയുടെ സീമന്തം തടയുന്നത് മനസാക്ഷിക്ക് നിരക്കുന്നതല്ല. എനിക്കും ഒരു പെൺകുട്ടിയുള്ളതല്ലേ. പണി ഏറ്റു. സത്യാണോ ഈ പറയുന്നത്? പ്രീതിയെ നീ കൊണ്ടുവയ്ക്കോ ശാലിനി, എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് 100 കോടി പുണ്യം കിട്ടും. പുണ്യമൊക്കെ അവിടെ ഇരിക്കട്ടെ, തൽക്കാലം ഇവിടെ നടന്നൊന്നും ആരും അറിയണ്ട. ശാലിനി, ഇപ്പൊ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചോ. നാളെ DNA ടെസ്റ്റിന്റെ റിപ്പോർട്ട് വരുമ്പോ കൂട്ടക്കരച്ചിലാവും. സത്യഭാമയുടെ കണ്ണീന്ന് കണ്ണീരൊഴുകുന്നത് കാണണം ഈ വസുമതിക്ക്. എവിടെ വേദനയുണ്ടോ? ഏയ്, അതൊന്നും സാരമില്ല.